ഹായ് ഗൈസ്, ദിസ് ഇസ് മീ ജോൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അത് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഹോപ്പ് കിട്ടും അല്ലെ? അങ്ങനെ ഒരു ഹോപ്പ് കിട്ടിയ ഒരു കുഞ്ഞിക്കിളിയുടെ കഥയാണ് ഞാൻ നിങ്ങൾ ഇന്നുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എല്ലാ കാര്യത്തിലും ഹാപ്പി ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ ആണ് ഇങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പം അതിനൊരു നല്ല വീടുണ്ടായിരുന്നു. ആ വീട് അങ്ങ് പോയി. അപ്പൊ അതാണ് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അതൊരു മ്യൂസിയം ആയിരുന്നു, പെയിന്റിംഗ് ഒക്കെ ഉള്ള ഒരു മ്യൂസിയം ആയിരുന്നു. അതാണ് പൂട്ടി കിടക്കുന്ന ഒരു മ്യൂസിയം ആയിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവള് പ്ലാൻ ചെയ്തിട്ട് അവിടെ ആണെങ്കിൽ തന്റെ കൂട് കൊണ്ട് വെക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ആ സ്ഥലം അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് അവിടെ കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കൂടിനുള്ള സംഭവങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഇങ്ങനെ വെച്ച് തുടങ്ങി. അങ്ങനെ വെച്ച് ലാസ്റ്റ് കുറച്ച് നാൾ കൂടി മതിയായിരുന്നു. നല്ല കുറച്ചുകൂടെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത്, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു കിളിയായിരുന്നു, ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിരുന്നു. അപ്പൊ ആണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ആ മ്യൂസിയത്തിൽ വെളിച്ചം കണ്ട് ആൾക്കാരൊക്കെ കയറി വരുന്നു. അപ്പൊ ഇവളാകെ പേടിച്ചു പോയി. അവിടെ നേരത്തെ ഒരുപാട് കിളികളുണ്ട്, അവയെല്ലാം പറന്നു. എന്നാലും ഇവക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, എന്റെ കൂടിനൊന്നും സംഭവിക്കത്തില്ല എന്ന രീതിയിൽ. എന്നിട്ട് ആ കിളി അവിടെ നിന്നു. പക്ഷേ അത് സംഭവിച്ചു. ഒരാൾ വന്നിട്ട് ആ കിളിക്കൂടെ എല്ലാം അറിയാതെ ഇറങ്ങി എടുത്ത് വെളിയിലോട്ട് എടുത്ത് ഒറ്റയറിയാർ. അപ്പൊ അവള് വിഷമിച്ച്, അവിടെ വീട് തകർന്നു പോയി. വിഷമിച്ച് അവളാണെങ്കിലും ഒരു മേൽക്കൂരയുടെ മേൽ പോയി നിന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എന്താണ് എന്നോട് ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഡെക്കറേറ്റീവായിട്ട് എന്റെ വീട് നിർമ്മിച്ചിട്ട് നീ അത് തകർത്ത് കളഞ്ഞല്ലോ എന്ന് വിഷമിച്ചിരുന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ കുറെ ദൂരങ്ങൾ പോയതിന് ശേഷം അടിപൊളി നല്ല ഗ്രീനറി, നല്ല പീസ്ഫുൾ മൈൻഡ് പോലെയുള്ള ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് പീസ്. അവിടെ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഫ്ലവേഴ്സ്, അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ്. അത് കണ്ടതും ആ കിളിക്ക് സന്തോഷം വന്നു. എന്നിട്ട് അതിന്റെ ഒരു മരച്ചില്ലയുടെ ഭാഗത്തായിട്ട് തന്റെ വീട് പുതുക്കി പണിയാനായിട്ട് തുടങ്ങി. അങ്ങനെ പണിത് ലാസ്റ്റ് നന്നായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് രസകരമാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കിളി ആലോചിക്കുകയാണ്, എന്നെ ആ പഴയ വീട് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് നന്നായി? ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ദൈവം ആ പ്ലാനിൽ എന്നെ നടത്താൻ വേണ്ടിയാണ് എന്റെ വീട് കളഞ്ഞത്, അല്ലാതെ എനിക്ക് നഷ്ടങ്ങൾ വരുത്താൻ വേണ്ടിയല്ല. ഇതുപോലെയാണ് നമ്മളെ ജീവിതത്തിൽ പ്രതിസന്ധികളും ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എത്താൻ ഒരു കുറച്ച് നേരം കൂടി ഉണ്ടാക്കത്തുള്ളൂ. അപ്പോഴായിരിക്കും നമ്മൾ തളർന്ന് വീഴുന്നതും നമ്മള് ആകെപ്പാടെ ഡൗൺ ആയിപ്പോയി നമ്മുടെ കയ്യിൽ നിന്ന് ആ സിറ്റുവേഷനേ പോകും. പക്ഷെ ആ സിറ്റുവേഷൻ വന്നതിൽ ഒരു റീസൺ ഉണ്ട്. നിങ്ങൾക്ക് ഇതിലും വലുത് ദൈവം വെച്ചിട്ടുണ്ട്. ഇതിലും വലുത് ദൈവത്തിന്റെ പ്ലാനിങ്ങിൽ അത്രയും വലുതാ. നിങ്ങൾ ഇത്രയെന്ന് കരുതുന്ന അല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വിധിച്ചേക്കുന്നത്. ഇത്രയുമായിരിക്കും നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്നത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് അത്രയും വലുത് കിട്ടത്തുള്ളൂ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. എല്ലാം ദൈവം ചെയ്യുന്നതും നല്ലതിനെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതും നല്ലതായിരിക്കും. സ്മൈൽ ആൻഡ് ബി കോൺഫിഡന്റ്.